So good morning, everyone. Can you all see me? Yes, sir. Yes, Yes, sir. sir. Okay, I request you all to come to the screen. We all need to rock today. It's International Day of Yoga. The message today for this particular day is spread peace, happiness, prosperity, and non-violence through the practice of yoga. Okay, so we're going to experience these all important qualities today. Okay, and we are going to keep ourselves healthy, happy, and more prosper. And you should see that this should be a start for the life to come. So conduct this activity every day. Don't wait for one particular day in a year, that yoga day as such. Take it, internalize it as a part of your life. As you eat, you get energy. Every day you eat. Like that, every day you have to do perform yoga, due to which you can become disease free and become more healthy. Okay, if you become healthy, you can give something for the world for which we are born in this world. Okay, so let's start. So, good morning, everyone. So today we will start with നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷ്വലൈസ് ചെയ്യുക, എന്തെങ്കിലും ഒരു നമുക്ക് ആഗ്രഹമുള്ള കാര്യം. What you want to achieve in your life? Yes, I think muting, it can be muted. Yeah, sir, I think you can mute, sir. Yeah. So what is we can do with that? We can, നിങ്ങളും എല്ലാവരും ഞാൻ പറയുന്ന മാതിരി ചെയ്യണം. നിങ്ങൾ എല്ലാവരും മനസ്സിൽ you can just imagine what you want to achieve. ഒരു സങ്കല്പം മനസ്സിൽ വെക്കുക. ഇന്ന് നമ്മൾ ആ സങ്കല്പം മനസ്സിൽ വെച്ചിട്ട് we are going to make it happen. I'm not going to make it happen for you. You are going to make it happen for you. അപ്പോ എങ്ങനെ ചെയ്യും? അത് ഇന്ന് തന്നെ കിട്ടുമെന്നൊന്നുമില്ല. നിരന്തരമായിട്ടുള്ള പ്രയത്നത്തോടെ മാത്രമേ കിട്ടുള്ളൂ. സോ ഐ റിക്വസ്റ്റ് യു ഓൾ ടു, ഇത് നിങ്ങളൊരു തുടക്കം കുറിക്കുകയാണ് ഞാൻ. ഇന്നൊരു നല്ല ദിവസത്തോടെ നമുക്ക് തുടക്കം കുറിക്കാം. ആൻഡ് ഡോണ്ട് ഗോ ബിഹൈൻഡ് ദ റിസൾട്ട്. എപ്പോ കിട്ടും, എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, ഡോണ്ട് ആസ്ക് മീ ദാറ്റ്. ക്ലിയർ? സോ യു ഷുഡ് ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾ സീക്രട്ട് ഇൻ ലൈഫ്. നമുക്ക് ചില സീക്രട്സ് ഉണ്ട് ലൈഫിൽ, ചില കാര്യം അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരോട് ഊതി വീർപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. സർട്ടൻ സീക്രട്സ് യു നീഡ് ടു അച്ചീവ് യുവർ സീക്രസി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ശക്തിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെരി വെരി പവർഫുൾ ഇവന്റ്. ഓക്കെ, സോ ടേക്ക് ഇറ്റ് മോർ സീരിയസ്, ഡോണ്ട് ബി വെരി പ്ലേഫുൾ. ഓക്കെ, സോ നമുക്ക് 100% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള 100% റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിൽ ഒന്നുമില്ല, സങ്കല്പം ഒന്നുമില്ല, നിർവികാരമായിട്ടിരിക്കുകയാണ് വിചാരിക്കുക. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് സ്റ്റേറ്റ്. നമ്മളിങ്ങനെ മനസ്സടിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയി നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട. ജസ്റ്റ് ബി ഇൻ യുവർ സെൽഫ്, ബി ഹാപ്പി, ബി സൈലന്റ്, ബി പീസ്ഫുൾ. അത് മതി. ഓട്ടോമാറ്റിക്കലി ദ നേച്ചർ വിൽ ഗിവ് യു. ഓക്കെ, സോ ദിസ് ഇസ് എ മിറാക്കിൾ ഇൻ യുവർ ലൈഫ്. അദൃഷ്ട ശക്തിയാണ് ഇത്. ആക്ച്വലി we are going to experience that. Okay, but only one thing, don't have the breach of conduct. ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കരുത്. So ready? Can I start? Okay, so we are going to chant 3 times Om. Okay, what is Om? Om is nothing to do with religion. Om has got nothing to do with religion. Om is a perfect sound. ഇപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ താളം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും മെഡിറ്റേഷനിൽ ഹൃദയത്തിന്റെ താളം പറയുന്നത് ടക് ടക് ദ സൗണ്ട്. സൗണ്ട്, ആ എല്ലാ സൗണ്ടിലും നമ്മളിപ്പോ എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താലും അതിലൊരു ഓളമുണ്ട്. വി സേ ദാറ്റ് സൗണ്ട്, isn't it? There is a sound in that. It, like we say it's called vibration. We say it's a vibration. Now Om is a word.
There are hundreds of meanings of Om, but the one meaning is it's a universal language. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈവൻ നോൺ ലിവിങ് തിങ്ങും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ആണ് ഓം. ഓം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് ടേം പ്രൊഡ്യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 letters. You can just listen to me. Breathe in. Om. So it's a letter, 3 letter. A, U, A is a sound which gives more pressure to the base region, the abdomen. U is a sound which gives vibration to your heart region. Is a sound which gives to the head region. So when you say Oh, the vibration spreads to the entire body. Okay, so we're going to experience that. Are you ready? Okay, so I all ask you to open your window and unmute yourself, okay, and just be with me. Close your eyes. Breathe out. Breathe in. Breathe out. Become aware of your room and the environment around you. Just listen to the sound produced in and around you. Become a part of it. Accept the sounds. Breathe in. Breathe out. Bring a sankalpa in your mind. What you want to achieve. It can be in the form of a job, a scope for higher studies, a government job, a military or an army job, a state government job, a central government job, or anything, a good son, daughter, whatever it is. If you don't have anything, just be with you. Be in that silence. Breathe in. Breathe out. Every breath you take in strengthens your focus on the sankalpa. ഓരോരു ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ സങ്കല്പം മനസ്സിൽ വെച്ചത് അത് ശക്തമായി വരികയാണ്. നിങ്ങളുടെ മനസ്സ് it is like a whiteboard. You don't have anything on your whiteboard. ഒരു ചിത്രം ഒന്നും വരയ്ക്കാത്ത ഒരു മാഞ്ഞിട്ടില്ല ഒരു വൈറ്റ് ബോർഡാണ്. You're going to draw a picture in your mind. You're going to achieve a great height in your life. This is a good start you make for your day and the years to come. Breathe in. Breathe out. Whatever picture you have in your mind, just paste it on that whiteboard. മനസ്സിലെ എന്ത് ചിത്രം വന്നിരിക്കുന്നു അത് ഓരോരു ശ്വാസത്തോടെ
ശ്വാസം എന്ന് പറയുന്ന ഒരു ഗമ്മ് മാതിരിയാണ്. It's like a Fevicol. You take this picture, apply gum, meaning that is the breath. ഒരു ശ്വാസത്തോടെ അത് ഈ പിക്ചർ എടുത്ത് പേസ്റ്റ് ചെയ്യും on the white board. മനസ്സിൽ ഒട്ടിച്ചു വെക്കും. Breathe in, breathe out. മനസ്സിൽ വൈറ്റ് ബോർഡിൽ ഒട്ടിയെന്ന് ഉറപ്പ് വരുമ്പോ you can slowly breathe out. Breathe in, breathe out. Now let's chant Om. We have drawn the picture, but there is no color to the picture. We are going to give color to this picture from the head to the bottom of the pic through the vibration of Om. Breathe in, breathe out. Now for Omkara, breathe in, Om. Again, breath in for Omkara. Breathe in. You have the picture. A small picture is enlarging in your mind. It is getting enlarged in your mind. It's like coming in a film theater, movie theater. You see it in a big picture. It was like in a TV pic. Now it's increased in the form of a movie picture screen. You're going to live in that. Whatever sankalpa you have taken, you're going to live in that. You're going to make it happen. That picture, you are the director. You are the script writer. You are the producer. You are the narrator. You are the actor. You are the lyricist. You are the music composer. You are everything. Breathe in. Breathe out. Every breath you take in freshens your mind, enlarges the pic you have in your mind. In three-dimensional way, you can zoom the pic inside. Give importance to each and every minute activities in your life. You are going to give a message to the world through this movie. Breathe in. Breathe out. Relax your mind and body muscles. You are nothing. You do nothing.
you want nothing. Life is simple, like a brook of river. വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഒരു സ്ട്രീം ഓഫ് റിവർ ഒഴുകുന്ന മാതിരിയാണ് നമ്മുടെ ലൈഫ്. പല കല്ലുകളുണ്ട്. വെള്ളം ഓടുമ്പോ വഴിയിൽ വലിയ വലിയ കല്ലുകളുണ്ട്. എല്ലാം കല്ലുകളെ, എല്ലാ അഴുക്കുകളും കളഞ്ഞിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത്. അതേമാതിരി നമ്മുടെ ശ്വാസം വെള്ളം മാതിരിയാണ്, രക്തോട്ടം വെള്ളം ഒഴുകുന്ന മാതിരിയാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. ഈ ശുദ്ധീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. എന്താണോ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത്, you will achieve it. You will make it happen with your own potentiality and ability. Breathe in again. Breathe out slowly. Keep a smiling face now. Breathe in again. Breathe out. Slowly rub your hands. Apply it as if you are applying the cosmetic on your face. Just apply it on your face. Slowly, you may open your eyes. Okay, how was it? Was it okay for you all? Okay, fine. So let's do Yogasana. Are you ready? Okay. So now it's 7:35. We'll be doing a 15 to 20 minutes of Yogasana, right? Fine. Okay, let's start. So everybody stand up. Okay. I hope you can all see me. Okay, so first jog. Loosen your muscles and jog yourself. Bring your hands like this. Sada breathing in, breathe out cheyu. There is samshayam venda. Now, paravalu parathunna madri. Rendu kaigal veeshu. Keep jogging. Try to increase the speed. Increase the speed. Relax. Relax. Wow, very nice. Bring your hands down. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരരുത് കേട്ടോ. റിലാക്സ് സ്ലോലി. നമ്മുടെ ബോഡി വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇനി കൈ rotate your hands back anti-clockwise. Now do with the opposite hand, left hand. മെല്ലെ ഈ ഭാഗത്ത് വളരെ ശ്രദ്ധിക്കണം. വലിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. You have to be very careful. Anti-clockwise. കൈ ഓടിച്ച് ചെയ്യരുത്. കൈ നല്ലോണം നിവർത്തി ചെയ്യണം കേട്ടോ. Okay, now shoulder rotation. I know you are all very much familiar now, so that's why I'm just moving faster. Okay, now just try to move only your shoulder sockets. Give massage. Anti-clockwise, backwards. Everybody close your eyes now. Listen. Now what you are doing is just നിങ്ങളുടെ കൈ ഇങ്ങനെ വെക്കുക, ഷോൾഡർ മേലേക്ക് പൊന്തിക്കുക, എന്നിട്ട്
breathe in, breathe out. Breathe in. You have to do that way, right? Appo cheyyam. Adipikku. Try to bring your shoulders to your ears. ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. കണ്ണടയ്ക്കൂ. എന്നിട്ട് breathe in, breathe out വിടുമ്പോ കൈ താഴത്തോട്ട്, കൈ ഓപ്പൺ പോസിൽ എന്ന് പറഞ്ഞിട്ട് ആക്കുക. ചെയ്യൂ. breathe in, breathe in, breathe in, breathe in. Okay, relax. ഇനി കൈ രണ്ടെണ്ണം വീശു. Swing your hands. എന്ത് ചെയ്താലും ലാസ്റ്റിൽ ഇത് ചെയ്യാൻ മറക്കരുത്. This is relaxation exercise. നമ്മളിത് നീന്താൻ പോവുകയാണ്. So let's swim. Backwards. Okay. Now, നമ്മള് we are going to do, just listen to me. Now, keep your hands this way. രണ്ട് കാലുകളും അടുപ്പിച്ചു കൊണ്ടുവരൂ. Lift your hands this way. നമ്മുടെ തലയുടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവരൂ. നല്ലോണം സ്ട്രെച്ച് ഫീൽ ചെയ്യും. ഇവിടത്തെ സ്ട്രെച്ച് ഉണ്ട്. Feel the stretch here. Feel the stretch. നിങ്ങളുടെ കാലുണ്ടല്ലോ, കാല് ഇങ്ങനെ മേലേക്ക് താഴത്തേക്ക്, മേലേക്ക് താഴത്തേക്ക്. Try to stand on your this one. നിങ്ങളുടെ ടോസ്, ഈ വിരലില്ലേ, കാലിന്റെ വിരല്, ഈ വിരലിന്റെ മുകളിൽ നിൽക്കാൻ നോക്കൂ. ഇങ്ങനെ മടങ്ങി നിന്നിട്ട്. You can see me. Yeah, exactly. Do this way, like this, swinging your legs. Okay. You can feel the tick tick sound. That's good. It's a good massage for your veins and muscles. Okay. Stretch ചെയ്യൂ. നല്ലോണം മേലേക്ക് സ്ട്രെച്ച് ചെയ്യൂ. കണ്ണടയ്ക്കൂ. ഓരോ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ മേലേക്ക് സ്ട്രെച്ച് ചെയ്യണം. Feel the stretch. തലന്റെ മുകളിലേക്ക് കൊണ്ടുവരൂ. കയ്യെ തലേന്റെ മുകളിലേക്ക് കൈ വയ്ക്കൂ. റിലാക്സ് ചെയ്യുമ്പോ തലേന്റെ മേലെ വയ്ക്കൂ. Keep it on your keep it on your head. Yes, Shibin, keep it on your head. Yes. Okay. തിരിച്ച് അതേമാതിരി കയ്യെ ഇങ്ങനെ കൊണ്ടുപോകൂ. തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകൂ മേലേക്ക്. എക്സാക്ട്ലി. ബ്രീത്ത് ഇൻ ചെയ്യണേ. എന്നിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന അർദ്ധചന്ദ്രാസനം, ഹാഫ് മൂൺ. ഫുൾ മൂൺ എന്ന് കേട്ടോ. ഇത് ഫുൾ മൂൺ പോസ്ചർ ആണ്. ഓക്കെ, ഹാഫ് മൂൺ പോസ്ചർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. ബ്രീത്ത് ഇൻ, യു ആർ ഗോയിങ് ടു സൈഡ് വേസ് ആണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് തിരിയാൻ പോവുകയാണ്. ഓക്കെ, തിരിയുന്ന സമയത്ത് ബ്രീത്ത് ഇൻ, എന്നിട്ട് അവിടെ നമ്മൾ പോസ്റ്റ് ഇങ്ങനെ പിടിച്ചു വെക്കണം. പിടിച്ചു വെക്കുമ്പോൾ നമ്മൾക്ക് എത്ര പെട്ടെന്ന് ചെയ്യാം. പിടിച്ചു വെച്ചതിന് ശേഷം അവിടെ സാധാരണ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട്, പിന്നെ തിരിച്ച് കൊണ്ടുവരണം, തിരിച്ച്, പിന്നെ അതേ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, റെഡി? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ. Ardha Chandrasana എന്നാണ് പറയുന്നത്, ഹാഫ് മൂൺ പോസ്ചർ. Feel the stretch on your left side. This is very good posture for your back pain, hip muscles, fat reduction, and so on. Come back, breathe in, breathe out. Now, breathe in again, come to the next part. Left side. Feel the stretch on the right part of the body. കൈ വളക്കരുത്, കൈ നല്ലോണം സ്ട്രെച്ച് ചെയ്യൂ. Breathe in, breathe out. കൈ രണ്ട് താഴത്തേക്ക് കൊണ്ടുവരൂ. ഓക്കെ, നമ്മള് ഹിപ്പ് റൊട്ടേഷൻ. Do it yourself. Anti-clockwise. Okay. Now let's do the leg rotation. കാലുകൾ ഇങ്ങനെ ചിമ്മിക്കുക. Now try to hit free kick and swing your leg.
Okay, left leg. Now rotate. Anti-clockwise. Try to shrink your fingers. Free kick. Swing. Okay. Now, നമുക്ക് സന്തോഷം വന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തുള്ളിച്ചാടും അല്ലെ? നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, കൈ ഇങ്ങനെ കൊണ്ടുവരാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, എന്ന് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ. Okay, so are you ready? Let's do. So breathe in, breathe out. Breathe in, out, breathe in, chada, breathe in, breathe in, breathe in. Okay, relax. Now, nammal ee kaal muttu rotate cheyan pona. Okay, so start doing it. Anti-clockwise. ഇതെല്ലാം കുറച്ച് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ പിന്നെ ട്രൈ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ കാല് മുന്നിക്ക് കൊണ്ടുവരാ, പിന്നിക്ക് കൊണ്ടുപോകും. മുന്നിക്ക് പോ, പിന്നിക്ക്, ലൈക്ക് ദാറ്റ്. This is very good for your ligament in the knees. Okay, now, so you're fine now. Okay, now next we're going to rotate our hands. Now try to tighten your muscles and just relax it. Do tata. Call somebody. Calling sidewards. Calling backwards. Now bring to your sides. Do tata this way, side to sideways. Calling somebody. Calling rightwards, calling backwards. Okay, right. Now do this way. Okay, relax. This clapping is very good for your, it's like acupuncture. Okay, when you clap, that's why clapping therapy we say. Okay, so good. Right. Now, ഇനി എല്ലാവരും ചെയ്യാൻ പോകുന്നത് കമന്ന് കിടക്കണം. കമന്ന് കിടന്നിട്ട് നമ്മൾ യോഗാസന ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി? ഓക്കെ, സോ എല്ലാവരും കമന്ന് കിടക്കുക. I think you'll have to see me doing it. Okay, just see this. I hope you can see me. കമന്ന് കിടക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിൻ ഇവിടെ വെക്കുക. രണ്ട് കൈയും ഇങ്ങനെ വെക്കുക. Can you all see me? Bridget, can you see me? Yes, sir. You can see. Okay. So രണ്ട് കൈ ഇങ്ങനെ സൈഡിലേക്ക് വെക്കുക. ഓക്കെ, രണ്ട് കാല് അടുപ്പിച്ച് വെക്കുക. ഈ പോസ്റ്ററിൽ സാധാരണ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. എന്നിട്ട് കണ്ണാടിയൊക്കെ ഉള്ളവരൊന്ന് അഴിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട്. ഈ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ മേലേക്ക് ഇങ്ങനെ പൊങ്ങുക. പൊങ്ങുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് ഈ ഭാഗത്ത് ഫീൽ ചെയ്യാം. അത് കൂടാണ്ട് നമ്മൾ കണ്ണിന്റെ ദൃഷ്ടി മേലേക്ക് പോകണം. എത്ര മേലേക്ക് നോക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ യുവർ സ്പോണ്ടിലൈറ്റിസ്. റെഡി? ഡു ഇറ്റ് അലോങ് വിത്ത് മീ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Now breathe in. This is called Bhujangasana. Breathe out. Relax. Okay. Did you all understand Bhujangasana? Bhujangasana means cobra posture. King cobra. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോബ്ര പറഞ്ഞ മൂർഖൻ അല്ലെ? സോ കോബ്ര എങ്ങനെയാണുള്ളത്?
ആ രീതിയിൽ. അതാണ് ഭുജംഗാസന എന്ന് പറയുന്നത്. റൈറ്റ്. നെക്സ്റ്റ് we are going to do Superman posture. Superman, നിങ്ങൾ എല്ലാവരും കോമിക് പിക്ചർ ആയിട്ടുള്ള സൂപ്പർമാനിനെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, കേട്ടിട്ടുണ്ടാവും. സൂപ്പർമാൻ എങ്ങനെയാണ്, അല്ലെ ഹനുമാൻ പോസ്റ്റർ എങ്ങനെയാണ്, രണ്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പറക്കും അല്ലെ. So we are going to do that. Ready? Okay. Can you see me? Everyone? Can you see me? Okay. അപ്പൊ നമ്മള് okay, thank you. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യും. നമ്മുടെ ബോഡി കൈ മുന്നോട്ടേക്ക് വെച്ച് കാല അടുപ്പിച്ച് വെക്കുക. റെഡി? ബ്രീത്ത് ഇൻ. നമ്മുടെ കൈയിന്റെ മുൻവശം ഈ ഭാഗം ഫുൾ പൊങ്ങണം. വയറ് താഴത്തോട്ട് തന്നെ വെക്കുക, വയറ് പൊങ്ങരുത്. ഓക്കെ. അടിവയറ് ആസനം, പിന്നെ അതുകൂടെ രണ്ട് കാലുകൾ മേലേക്ക് പൊങ്ങണം. ക്ലിയർ ആണ്? സോ ഐ ജസ്റ്റ് ഷോ യു, ജസ്റ്റ് വാച്ച് മീ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ഫോർ ദിസ് ആക്ഷൻ ബ്രീത്ത് ഇൻ. ഈ ഒരു പോസ്റ്ററിന്റെ സാധാ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. Breathe out. Again, let's do it. Superman posture. This is very good. വയറ് കുറയാൻ വളരെ നല്ലതാണിത്. ഫാറ്റ്, ബെല്ലി ഫാറ്റ് കുറയാൻ വളരെ നല്ലതാണ്. Breathe in. Breathe out. Now breathe in for the action. Breathe out. Breathe in, breathe out. Breathe in, breathe out. ഈ കാലും കൈയും പറ്റുന്ന മാതിരി നല്ലോണം സ്ട്രൈറ്റൻ ചെയ്ത് മേലേക്ക് കൊണ്ടുപോകാം. ഒരിക്കലും ഒരിക്കലും കാല്. ബ്രീത്ത് ഔട്ട്. മെല്ലെ കൊണ്ടുവരിക. എന്നിട്ട് റെസ്റ്റിംഗ് പോസ്റ്റർ നമ്മൾ വെക്കാൻ. റെസ്റ്റിംഗ് എങ്ങനെയാണ്? നമ്മൾ സാധാരണ നമ്മളെല്ലാവരും കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ കൈ ഇവിടെ കൈ വെക്കുക ലെഫ്റ്റില്, ഈ വലത്തെ കൈ തലേന്റെ ഇവിടെ വെക്കും. നമ്മൾ ഇങ്ങനെ തല വെച്ച് നോക്കും. ഈ കാല് വന്നിട്ട് നമ്മൾ മടക്കി മറ്റേ കാലിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്യും. ഇതിനെയാണ് മകരാസന എന്ന് പറയുന്നത്. മകരം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ക്രൊക്കഡൈൽ പോസ്റ്റർ. മകരാസന ഏറ്റവും റെസ്റ്റ് ചെയ്യാനും നല്ല ഉറക്കം കിട്ടാനുള്ള ഒരു പോസ്റ്ററാണ് മകരാസന. ഓക്കെ, now let's come back. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതാണ് ധനുരാസന. ധനുരാസന മീൻസ് ബോ ആൻഡ് ആരോ പോസ്റ്റർ. ബോ പോസ്റ്റർ. റെഡി? ഓ ബ്രീത്ത് ഇൻ. രണ്ട് കൈയും താഴത്തോട്ട് കൊണ്ടുവരിക ഇങ്ങനെ. ബ്രീത്ത് ഔട്ട്. ഇനി ഫോർ ദ ആക്ഷൻ ബ്രീത്ത് ഇൻ. ഈ രണ്ട് കാലുകളും പിടിച്ച് നല്ലോണം ഇങ്ങനെ പിടിച്ച് വളയ്ക്കണം നമ്മുടെ ബോഡി. ഇതിനെയാണ് ധനുരാസന എന്ന് പറയുന്നത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ് and breathe. Okay, that's all. ഇനി നമുക്ക് മലന്ന് കിടക്കും. എല്ലാവരും മലന്ന് കിടക്കും. നമ്മൾ ഈ ബോട്ട് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നൗകാസന. നൗകാസന എന്നാണ് ഇത് പറയാ. എന്താ പറയാ? നൗക എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ട്. നൗകാസന. സോ സാധാരണ രീതിയിൽ കിടക്കുക ശവാസനത്തില്. രണ്ട് കൈകളും തൊടയുടെ മുകളിൽ വെക്കുക. ബ്രീത്ത് ഇൻ, കണ്ണടയ്ക്കൂ. ബ്രീത്ത് ഔട്ട്. ഇനി ആക്ഷൻ. എന്നെ ശ്രദ്ധിക്കൂ. എന്റെ ബോഡി പോസ്റ്റർ ബോട്ട് മാതിരി തന്നെ ഉണ്ടാവും. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഈ ബോഡി, ഈ പാർട്ട് ഓഫ് ബോഡിയിലാണ് റെസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എന്റെ കാലിന്റെ പാർട്ടും എന്റെ മേൽഭാഗം മാത്രമേ പൊങ്ങുന്നുള്ളൂ. റെഡിയാണോ? സോ ബ്രീത്ത് ഇൻ. Can see me? This is boat posture. Breathe in, breathe out, breathe in, breathe out. നമുക്ക് കൂടുതൽ സ്ട്രെച്ച് ഈ ഭാഗത്താണ് ഫീൽ ചെയ്യാം. ഇതിനെയാണ് ബോട്ട് പോസ്റ്റർ എന്ന് പറയുന്നത്. What is it called? Boat. നൗകാസന. നൗകാസന. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് so next is, this is very good for your health. Okay, so രണ്ട് കാലും ഇങ്ങനെ മേലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മടക്കുക. മടക്കിയിട്ട് നമ്മുടെ നെറ്റി വന്നിട്ട് ഈ മുട്ടിലേക്ക് തൊടിക്കാൻ. അപ്പോ ഈ തൊടിക്കുന്ന സമയത്ത് ഇടത്തെ കാല് പൊങ്ങരുത്. അത് താഴത്ത് തന്നെ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും.
relax, breathe in ചെയ്തിട്ട് relax. ഇതിനെയാണ് അർദ്ധപവന മുക്താസന എന്ന് പറയുന്നത്. അർദ്ധപവന മുക്ത, ബോഡിയിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഇത് റൈറ്റ് ലെഗ് കൊണ്ട് മാത്രം ചെയ്യുന്ന, അത് ലെഫ്റ്റ് ലെഗ് കൊണ്ട് മാത്രം ചെയ്തപ്പോൾ അർദ്ധപവന മുക്താസന എന്ന് പറയും. പവനമുക്തം എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള ഗ്യാസ്ട്രിക് വേസ്റ്റുകൾ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് ലെഗ് അർദ്ധപവന മുക്താസന. ലെഫ്റ്റ് ലെഗ്, ബ്രീത്ത് ഇൻ, try to fold your knees, try to touch your forehead with the knees, okay? Try to keep your right leg resting on the floor. Breathe in, breathe out, breathe in, breathe out. Then bring back, relax, keep your left leg back to the position. Now, Purna Pavana Muktasana. We will bring both the legs together, okay? Breathe in. Now, we're going to touch the forehead to two knees of the two legs. Breathe in, breathe out. Now you can rock your body. Back massage. Breathe in, breathe out. Okay. This is called Shavasana. നമ്മളിപ്പോ ചെയ്യുന്ന പോസ്റ്റ് തന്നെയാണ് ശവാസന എന്ന് പറയുന്നത്. The dead body posture. രണ്ട് കൈകളും തുറന്ന പോലെ സൈഡ് ബോഡി തടയുടെ രണ്ട് സൈഡിലായിട്ട് വെക്കുന്നത്. അതിനെയാണ് ശവാസന എന്ന് പറയുന്നത്. Slowly turn to your right side and close your eyes and sit down. Keep both the palms on the resting position on the lap. Breathe in, breathe out. Breathe in again, breathe out. Become aware of the environment you are sitting. Be in harmony with the environment around you. Relax your body muscles. You may be sweating. It is good that your body is getting relaxed more and more. Breathe in, breathe out. Slowly and gradually, you may open your eyes by rubbing the hands. Okay? Is it okay, everyone? Ready or no? Ready are you? Okay or no? Can you give me a confirmation, please? Yes, sir. Okay. Okay. So I hope everybody were able to view me doing the asanas, right? But നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്തു വേണേ ബുക്കിലൊക്കെ എഴുതി വെക്കാം. എന്തൊക്കെ ആസനകളാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം ചെയ്തത് we have done Ardha Chandrasana, both the sides. Purna Chandrasana, Ardha Chandrasana. Okay, the moon posture, half moon, full moon posture. പിന്നുള്ളത് we did that നമ്മൾ പിന്നെ ചെയ്തത് കിടന്നുകൊണ്ടാണ്. കിടന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു? കമന്ന് കിടന്നിട്ട് നമ്മൾ ചെയ്തത് we did this one Superman posture ചെയ്തു. പിന്നെ മകരാസന ചെയ്തു. മകരാസന എന്ന് പറഞ്ഞാൽ it is called crocodile posture. പിന്നുള്ളത് നമ്മൾ ചെയ്തത് മലന്നുകൊണ്ടാണ്. മലന്നുകൊണ്ട് എന്താ ചെയ്തത്? we did that is പവനം അർദ്ധപവന മുക്താസന, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഗ്. പൂർണ്ണ പവന മുക്താസന ചെയ്തു. പിന്നുള്ളത് നൗകാസന ചെയ്തു, ബോട്ട് പോസ്ചർ. പിന്നെ ധനുരാസന, ഐ ഫോർഗോട്ട് ഇറ്റ്, ധനുരാസന ചെയ്തു നമ്മള് കമന്നും കൊണ്ട്. പിന്നെ നമ്മള് ശവാസന ചെയ്തു. സോ ദീസ് ആർ ദ തിങ്സ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ഇറ്റ്? we are going to do this called ശിശു ആസന. ഒരു ചെറിയ കുട്ടി അമ്മയുടെ വയറ്റിൽ ഉള്ളപ്പോ, 7 മാസം 8 മാസമൊക്കെ ഉള്ളപ്പോ കുട്ടി എങ്ങനെയാണ് വയറ്റിലുണ്ടാവുക? പ്ലസൻറ്റയിൽ എങ്ങനെയാണ് പൊതിഞ്ഞു കിടക്കുന്നത്? ഇങ്ങനെയാണുള്ളത്. നമ്മളെല്ലാവരും ഈ ഇതാണ് വജ്രാസന എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വജ്രാസന. വജ്രാസന മീൻസ് ഇറ്റ്സ് കോൾഡ് ദ ഡയമണ്ട് പോസ്ചർ. യെസ്, വൺ മോർ തിങ്, നമ്മൾ കമന്നും കൊണ്ട് ചെയ്തത് ഭുജംഗാസന ചെയ്തു, കോബ്ര പോസ്റ്റർ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്.
റൈറ്റ്. പിന്നെ ഈ ഒരു പോസ്ചർ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ. എവിടെ നിന്ന് നോക്കിയാലും ഒരേ മാതിരി. കാല് എങ്ങനെ വെച്ചിരിക്കുന്നത്? ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അല്ലെ. കാല് കിടത്തി റെസ്റ്റിംഗ് ടു ദ ഫ്ലോർ അങ്ങനെ വെക്കണം. റൈറ്റ്. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ രീതിയിലും ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് മാതിരി തന്നെ തോന്നും. അപ്പൊ നമ്മൾ ഡയമണ്ട് പോസ്റ്ററിലാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇങ്ങനെ വിട്ട് വെക്കരുത്, അല്ലാണ്ട് ഇങ്ങനെ വെക്കരുത്. ഡോണ്ട് കീപ് ഇറ്റ് പിൻഭാഗം, ഡോണ്ട് ട്രൈ ടു കീപ് ഇറ്റ് വൈഡൻ, ട്രൈ ടു കീപ് എവറിഥിങ് നെക്സ്റ്റ്. യു ആർ ഗോയിങ് ടു റെസ്റ്റ് യുവർ ബട്ടക്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഹീൽ. ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെയാണ് വജ്രാസന എന്ന് പറയുന്നത്. ഏറ്റവും നല്ല പോസ്റ്റർ ആണ് വജ്രാസന. ബിക്കോസ് വജ്രാസനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ഓവറായി ഭക്ഷണം കഴിച്ചത് നമുക്ക് വേഗം ദഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേഗം ദഹന പ്രക്രിയ നടക്കും എന്നാണ് പറയുന്നത്. യോഗയുടെ ഏറ്റവും ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ 30 മിനിറ്റ് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷം 30 മിനിറ്റ് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വളരെ അളവ് അനുസരിച്ചും ആവശ്യമുള്ള അനുസരിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ എന്ത് കഴിക്കുന്നോ അത് ആഗ്രഹിച്ച് ആസ്വദിച്ച് കഴിക്കണം. ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ 20 പ്രാവശ്യം നമ്മൾ ചവച്ച് 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 അത് റിൻസ് ചെയ്തിട്ട് നല്ല വെള്ളം മാതിരി ആക്കിയിട്ട് ജലം മാതിരി ആക്കി നമ്മൾ ഇറക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? കാണുന്നെല്ലാം നമ്മൾ വാരി വലിച്ച് കഴിക്കും. നമുക്ക് തന്നെ അളവില്ല നമ്മൾ എത്ര കഴിക്കും. മൂക്കറ്റം കഴിക്കും. നമ്മൾ ആ എമ്പക്കം വരുന്ന രീതിയിൽ കഴിക്കും. അങ്ങനെ കഴിക്കരുത്. കാരണം നമ്മുടെ വയറെന്ന് പറയുന്നത് ഒരു ചെറിയ ജഗ്, ഒരു ചെറിയ പോട്ട് മാതിരിയാണ്. ആ പോട്ടിനേക്കാളും എക്സീഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് അസുഖമായിട്ട് വരുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമോ? പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നോൺ വെജിറ്റേറിയൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, എല്ലാവരും നമുക്ക് നിർത്താൻ പറ്റില്ല. ബട്ട് നമ്മൾ വൺസ് യോഗ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എല്ലാ രീതിയിലും നല്ല ഫങ്ഷനിങ് ആയിരിക്കും. നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ എന്നാലും അത് പഴയ നമ്മള് പ്രകൃതിയായിട്ട് അധികം നമ്മൾ കൂടുതൽ ഇടപഴകാനുള്ള ഒരു തടസ്സങ്ങൾ ഉണ്ടാവാം. സോ വി ഹാവ് ടു ബി മോർ ആൻഡ് മോർ മൈൻഡ്ഫുൾ. നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സും മാറും, നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം മാറും നമ്മൾ ചെയ്യുമ്പോൾ. സോ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് നിർത്താൻ തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നിർത്താം. പിന്നെ വളരെ അത്യാവശ്യം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം അധികം കുടിക്കണം. വെള്ളം കുടിക്കുന്ന എന്തിനാ? വെള്ളമാണ് നമ്മുടെ ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം. പല സന്യാസികളും ഋഷി മുനിമാരും വെള്ളം മാത്രത്തോടെ ജീവിക്കുന്നുണ്ട്, വായുവും ഭക്ഷണമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് വെള്ളം നല്ലതാണ്, അമൂല്യമാണ്. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റുകൾ എല്ലാം മൂത്രം മലമായിട്ട് പുറത്തേക്ക് പോകുള്ളൂ. ഓക്കെ, റൈറ്റ്. ഈ മൂത്രം മലത്തിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. യൂറിക് ആസിഡ്, BP, കൊളസ്ട്രോൾ, അങ്ങനത്തെ മാതിരി എല്ലാ വേണ്ടാത്ത അസുഖങ്ങളും വരുന്നത്. റൈറ്റ്. അപ്പൊ ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുക. ഇതാണ് വജ്രാസനം. നമ്മുടെ രണ്ട് കൈയും നമ്മുടെ തൊടയുടെ മുകളിൽ വെക്കുക. റൈറ്റ്. ബ്രീത്ത് ഇൻ, ബാക്ക് സ്ട്രൈറ്റ്, ഹെഡ് സ്ട്രൈറ്റ്, സ്മൈലിംഗ് ഫേസ്. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ഇതാണ് വജ്രാസനം. വജ്രാസനത്തിൽ ഇരുന്നതിന്റെ ശേഷമാണ് നമ്മൾ ശിശുവാസന പോകുന്നത്. അപ്പൊ എന്റെ രണ്ട് കൈയും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ ഈ പിന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ബ്രീത്ത് ഇൻ ചെയ്യും. ബ്രീത്ത് ഇൻ, തല പിന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ബ്രീത്ത് ഔട്ട്. എന്നിട്ട് ഈ മൂക്കുണ്ടല്ലോ, ഞാൻ ഈ തൊടേന്റെ ഇടയിലാണ് ഞാൻ ഇവിടെ തൊടിക്കാൻ പോകുന്നത്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുന്നത്. ഇതാണ് ശിശുവാസനം. The infant child posture. Breathe in, breathe out. Okay. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് എന്താ? വജ്രാസന. വജ്രാസനത്തിൽ ഇരുന്നിട്ട് ശിശുവാസന ചെയ്തു. ഓക്കെ, റൈറ്റ്. സോ ദിസ് ആർ ദ തിങ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോഗ് പോസ്ചർ, മണ്ടൂകാസന എന്ന് നമ്മൾ ഇതിനെ പറയും. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? മണ്ടൂകാസന. ഫ്രോഗ്, തവളേന്റെ പോസ്ചർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവരുണ്ടല്ലോ, വയറ്റിന് ശരിക്കും പോവാത്തവര്, അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു നല്ല, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം. റൈറ്റ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ഇടത്തെ കൈയ്യ് അടിവയറിൽ വെക്കുക. ഓക്കെ. എന്നിട്ട് വലത്തെ കൈയ്യ് ഇങ്ങനെ വെക്കുക, അതിന് മേലെ വെക്കുക. റെഡിയാണോ? അപ്പോ ഇത് നമ്മൾ വെച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ കുനിഞ്ഞു വരണം. കുനിഞ്ഞു വരുമ്പോ എത്ര പറ്റുന്ന അത്രയും കുനിയാം.
നമ്മുടെ ഹെഡ് ഇങ്ങനെ പോകരുത്, ഇങ്ങനെ തന്നെ വരണം. ഇതാണ് ഫ്രോഗ് പോസ്റ്റർ, തവള. ദൂരത്തുനിന്ന് കണ്ട നമ്മളെ തവളേനെ മാതിരി തോന്നും. ഇത് എന്താണ്? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? നമ്മുടെ അടിവയറിലുള്ള ലാർജ് ഇൻഡസ്റ്റൈൻ പ്രോബ്ലംസ് ഉള്ളത്, അങ്ങനെ കോളനിലുള്ള പല വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് പോകും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നട്ടലിനും ഈ സ്പോണ്ടിലൈറ്റിസിനും വളരെ നല്ലതാണ്, മസാജാണ് ശരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സസൈസ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് പൊതിയും, ഇത് നമ്മളിങ്ങനെ കുനിയും. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അതേമാതിരി റൈറ്റ് ഹാൻഡ് ആദ്യം വെച്ചിട്ട് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മടക്കി വെക്കണം. ഇത് നാല് ടൈപ്പാണ്. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് മേലെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡോട് മൂടും. ഓക്കെ, ഇത് നമ്മൾ കുഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് എന്താണ്? റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ലെഫ്റ്റ് ഹാൻഡോട് പൊതിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും. റൈറ്റ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യൂ നിങ്ങളുടെ വേദന. പിന്നെ ഇങ്ങനെ കുനിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാൻ പാടും. റൈറ്റ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും ഈ എന്റെ വിരല് കാണുന്നുണ്ടോ? വിരലുകൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ തമ്പ് വിരല്, ഹാവ് യു സീൻ ദ തമ്പ്? മൈ തമ്പ്, ദിസ് വൺ. ഈ തമ്പ് വിരല് നമ്മൾ പോയിട്ട് ഈ ചെറിയ വിരലുണ്ടല്ലോ, ചെറിയ വിരലിന്റെ അറ്റത്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ കൈ മടക്കി വെക്കുക. ഇതിനാണ് ആദിമുദ്ര എന്ന് പറയും. യോഗമുദ്രയിൽ പല മുദ്രകളുണ്ട്. ആദിമുദ്ര എന്ന് നമ്മൾ പറയും. ആദിമുദ്ര ഇസ് വെരി ഗുഡ് ഫോർ ഹാർട്ട് പേഷ്യൻസ്. ഹാർട്ട് അറ്റാക്ക് റേറ്റ് കുറയ്ക്കാനും, അതുകൂടാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക ടെൻഷൻസും ഒരു വിഭ്രാന്തികളും, അതുകൂടാണ്ട് അഡ്രിനാലിൻ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് ആദിമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ആദിമുദ്രയിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. അതിനെ ലെഫ്റ്റ് ഹാൻഡോട് ഞാൻ മൂടുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. തല ഇങ്ങനെ വരും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. തിരിച്ചു വരും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. എന്ത് ചെയ്യുമ്പോഴും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ബ്രെത്ത് എടുക്കണം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അത് നമ്മൾ മറന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരം അസുഖങ്ങൾ കൂടാൻ കാരണം. അതേമാതിരി ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, ഉള്ളും കയ്യിൽ വെക്കുക, എന്നിട്ട് ആദിമുദ്ര. ഇതിനെയാണ് ആദിമുദ്ര എന്ന് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. വിരലുകൾ എങ്ങനെയുണ്ട്? ഈ തമ്പ് വിരലെടുത്തിട്ട് ഈ ചെറിയ വിരലിന്റെ അറ്റത്ത് കൊണ്ടുപോവുക, എന്നിട്ട് അത് മടക്കുക. ബാക്കിയുള്ള വിരലുകളൊക്കെ മടക്കുക. മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഇവിടെ we have to keep it here. ഓക്കെ, എന്നിട്ട് അടിവയറിന്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന് കമത്തി വെക്കണം. കമത്തി വെച്ചിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കുഞ്ഞു വരുമ്പോൾ ബ്രീത്ത് ഔട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുക. ഇതാണ് മണ്ടൂകാസന. മണ്ടൂകാസന എന്ന് പറഞ്ഞാൽ ഫ്രോഗ് പോസ്റ്റർ. 4 വിധത്തിലുള്ള മണ്ടൂകാസന നമ്മൾ പഠിച്ചത്. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, റെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. റൈറ്റ്, സോ ദീസ് ദി ഇമ്പോർട്ടന്റ് പോസ്റ്റേഴ്സ് വി ഹാവ് ഡൺ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ ടു യു. ഇനി നമുക്ക് തിരിച്ച് മെഡിറ്റേഷനിലേക്ക് പോവാം. റൈറ്റ്, ഓക്കെ, ജസ്റ്റ് ഗിവ് മീ സം ടൈം. Okay, dears. So welcome back. Now we're going to do with the meditation. Okay, a 5 minutes meditation. Okay, right. So 5 to 10 minutes we can take maximum. Okay. So breathe in. Breathe out. Now let's keep our hands to the side. This is called Bhastrika. Bhastrika, 3 rounds we are going to do. നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സ് അശാന്തിയായിട്ടിരിക്കുമ്പോൾ, ഭയങ്കര ചഞ്ചലപ്പെടുമ്പോൾ എപ്പോഴും ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം ഭസ്ത്രിക ചെയ്തിട്ട് നിങ്ങൾ ധ്യാനത്തിൽ ഇരുന്നാൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ?
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഡോണ്ട് വറി, ഭസ്ത്രിക ചെയ്യാ, ഇത് ചെയ്യാ, മെഡിറ്റേഷൻ ചെയ്യാം, ബ്യൂട്ടിഫുൾ ആയിരിക്കും. റെഡി? ഓക്കെ. സോ കീപ് യുവർ ഹാൻഡ്സ് ഇൻ ദ പൊസിഷൻ ടു ദ sideways and take a normal breath in. Keep your eyes closed. Take a normal breath in. Breathe out. Take a deep breath in. Breathe out. Now do forcefully. Breathe in, out, 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 in, out. Keep it on the resting position, parallel to the roof. Keep your palms in the resting position, open, parallel to the roof on your lap. മനസ്സിന്റെ ഉള്ളിൽ ദേഹത്തിൽ ഉണ്ടാവുന്ന പല ചേഞ്ചസിനെ ഒന്ന് നിരീക്ഷിക്കൂ. Now Bhastrika, second round. Let's get in the position. Normal breath in, breathe out. Deep breath in, breathe out. Now for the Bhastrika, forcefully breathe in, out, 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 in, out. Relax. Keep it on your lap. നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല, മസിൽസ് ടൈറ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല. Try to relax all your facial muscles, body muscles. മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻസോ വേദനയോ തലവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ആ പോണ മാതിരി സങ്കല്പിക്കൂ. ഒന്നും ശാശ്വതമല്ല, എല്ലാം പോയിക്കൊണ്ടിരിക്കും, വരുന്നും പോയിക്കൊണ്ടിരിക്കും. Breathe in, breathe out. Now let's do the third round. Come to the position. Breathe in, breathe out. Now forcefully breathe in, out, 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 in, out. Keep a smiling face. How beautiful you look. You are all looking like rose buds, the tender buds of rose and tulips in the garden. You are all different varieties of flowers in the garden. Observe your breath. Breathe in, breathe out. Today is International Day of Yoga. This day has been started since we are in the 7th year of its celebration. We are celebrating this day for the benefit of creating awareness among the people, irrespective of caste, color, creed, sex, religion, etc. The word yoga is derived from the ancient Sanskrit term yogyata, uniting the body, mind, and soul. We are here today to spread the happiness, peace, and prosperity to the people around us.
This process is complete when we become happy and spread the happiness around us. Take a deep breath in. Breathe out. As you breathe out, relax all your facial body muscles from the head till the toe. Be in harmony with the Mother Nature and the environment around you. Express the gratitude to Mother Nature. Breathe in, breathe out. Loka samasta sukhino bhavantu. Loka samasta sukhino bhavantu. Loka samasta sukhino bhavantu. Om Shanti Shanti Shanti. You are peace. You are love. You are prosperity. You are happiness. The world is waiting for you. Express your gratitude to the nature. Breathe in, breathe out. Keep a smile on your face. Look at your body, so much of changes. You are blushing with happiness, with a happiness smile. You can feel your inner peace and happiness. You are ready to face this world. You're going to bring a prosperity and spread non-violence. Breathe in, breathe out. Focus on your sankalpa. You're going to activate your dreams towards sankalpa and make it happen. It is you who can only chase your dreams. Breathe in, breathe out. Now rub both your hands nicely, warm it up, keep it on your face and spread it to the entire body 3 times. Feel the warmth. Slowly and gradually, as you feel okay, you may open your eyes with a smiling face. How was it, dears? How was it? Was it okay? Did you all enjoy? You can unmute yourself. It is your day. Rock. Unmute yourself. Everybody unmute. Yeah, tell. How was it? Perfect. You felt perfect? Okay, Yes, this sir. video is being recorded, so everybody tell. It's very important to declare yourself, your feelings, ventilate your feelings. Very important. Yeah. Tell me. One or two people. I've not heard about Sri Roop. Sri Roop. Sri Roop is here. Okay. Atul is here. Atul. Yes, sir. Yeah. How did you feel? നല്ല സുഖം ഒരു മനസ്സിനൊക്കെ ഒരു വല്ലാത്ത കുളിർമ എല്ലാതും ഉണ്ടായിരുന്നു നന്നായിരുന്നു Okay, very good. Thank you, Atul. Thank you. So, Thank you. did you get Sankalpa in your mind? Sankalpa kittiya? yes sir കിട്ടിയിരുന്നു Very good. Keep it secret. Don't tell to anybody. I'm telling you all. Don't tell to anybody. You are the owner for that. Okay? Yes. Good. Okay, what about Vishnu?
Vishnu? Vishnu, are you there? Okay. Who else? Vishnu അല്ലേ? No problem, sir. Anjana Krishnan? Yes, sir. How did you feel? Sir, feeling refreshed. Okay. Hello, sir. Yeah, Vishnu, where are you? How do you feel? How do you feel? Okay. Did you find the change in you from the first day till the this day? അതെ അതെ നല്ല മാറ്റമുണ്ട് മനസ്സിനൊക്കെ ഒരു സുഖം. Okay, okay. So, did anybody accompany you from home? നിങ്ങളുടെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്തു ഇത് കൂടെ? Anybody? Did anyone accompany you along with you for doing this yoga? ആരുടെയൊക്കെ വീട്ടിൽ ചെയ്തു ഒന്ന് പറയൂ. Sir, എൻ്റെ കൂടെ അനിയനും ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഒക്കെ പറപ്പുള്ള ആൾക്കാരോടൊക്കെ ഷെയർ ചെയ്യുക, അവരെയും കൊണ്ടുവരിക. അപ്പോഴാണ് വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം മീൻസ് trying to unite people. When unity is there, diversity happens. Is it clear? So with all this, I say thank you to the Abu Bakr sir, to all the students, the entire NCC team and IQAC team, our principal sir, and everyone for having listened to me for this many days and give me this opportunity. Okay, God bless you all. May all your dreams come true. Okay, so let this be a good start. Okay, we will meet very soon. Thank you. God bless you all. Bye-bye. Over to you, sir. Thank you. തുഷാർ സാറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും NCCക്ക് യോഗയുമായിട്ടും യോഗ ചെയ്യുന്ന യോഗ ട്രെയിനർമാരുമായിട്ടും വലിയ ബന്ധമാണുള്ളത്. വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ 2009 ഇത് ചാർജ് ഏറ്റെടുക്കുന്ന അന്ന് മുതൽ 2015 ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ റെഗുലർ ആയിട്ട് കോളേജിൽ ചെയ്യാറുണ്ട്. എങ്കിലും അതിനു മുമ്പും നമ്മള് വലിയ ബന്ധമാണ് ഈ യോഗയുമായിട്ടും യോഗ ട്രെയിനർമാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നമ്മള് സുവോളജിയില് ഒരു TN വിജയകുമാർ സാർ ഉണ്ടായിരുന്നു. സാർ ഇപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് 2010. അന്ന് നമ്മൾ NCCയുടെ ഒരു ക്യാമ്പ് ചെയ്യായിരുന്നു ഫറൂഖ് ഗണപതി സ്കൂളില്. അന്ന് സാറിനെ ഞാൻ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ട് 3 ദിവസം അടുപ്പിച്ച് യോഗ ചെയ്തു. ഞങ്ങൾ യോഗ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തു. 700 കുട്ടികൾ ഉള്ള ക്യാമ്പായിരുന്നു. ആ ക്യാമ്പില് വളരെ മനോഹരമായ രീതിയിൽ വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടില് നിശ്ചിത ഒരേ അകലത്തിൽ ഇരുത്തിയിട്ട് ചെയ്ത ആ ഫോട്ടോസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. വലിയ ഒരു അനുഭവമായിരുന്നത്. അപ്പൊ അന്ന് മുതലേ യോഗയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പോഴും അന്നത്തെ വിജയകുമാർ സാറിനെ പോലെ ഇപ്പോഴും ഒരു തുഷാർ സൗബരി സാർ നമ്മുടെ കോളേജിൽ ഉണ്ട് എന്നതിൽ വളരെയധികം സന്തോഷം. NCCയുമായിട്ട് ബന്ധം ഒരിക്കലും വിച്ഛേദിക്കരുത് സാർ. എല്ലാ പരിപാടിയിലും NCCയുടെ എല്ലാ പരിപാടിയിലും ഞങ്ങളുടെ കൂടെ, എന്റെയും കുട്ടികളുടെയും കൂടെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, sure, sir. I'll be one of the part and parcel of your group. Okay. Okay, thank you, sir. എല്ലാവർക്കും ഒരുമിച്ച് വളരാം. Okay. Thank you, sir. Thank you so much. Thank you, sir. Okay. Next, sir, can I leave, sir? Can I leave? Okay. സന്തോഷ് സാർ എത്തിയിട്ടില്ല സർ. ഇപ്പൊ വരും. മഞ്ജുഷ ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ സൂരജ് വന്നിട്ടുണ്ടായിരുന്നു, ബിജുദാസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നീത ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷ് സാർ ഇപ്പൊ വരും സാർ. ഇപ്പൊ 8:15 ശേഷം വരാന്നാ പറഞ്ഞത്. വേറെ എന്താ തിരക്കിലാണ്. സാറിന് എന്തൊക്കെ ക്ലാസ് ഉണ്ടെന്ന് തോന്നണം അല്ലേ? എവിടെയൊക്കെ അല്ലേ? ഇന്ന് എല്ലാവരും ബിസി ആയിരിക്കും. യോഗ ട്രെയിനർമാരെല്ലാവരും ഇന്ന് ബിസിയുള്ള ദിവസമാണ്. സാറ് പിന്നെ സാറിന്റെ സ്ഥാപനത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഈ സമയമാണല്ലോ ഇതിന്റെ യോഗ ചെയ്യുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ കോളേജിന് വേണ്ടി സമയം ചെലവഴിച്ച് യാതൊരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ലാതെ നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടാണ് സാറ് ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ചത്. താങ്ക് യു സാർ. സന്തോഷ് സാറ് വരുന്നുണ്ട്. വെൽക്കം സന്തോഷ് സാറ്. Good morning, Santosh sir. Good morning. സന്തോഷ് സാർ വന്നിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാവും. Santosh sir, good morning. Hello. Santosh sir. നമസ്കാരം. Yes sir. നമസ്കാരം Good സാർ. morning. നമസ്കാരം.
ഞങ്ങളിങ്ങനെ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ സാറിന്റെ സ്പീച്ചാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ സാർ കുറച്ച് കേട്ടിട്ട് പോയാ പോരെ സാർ? തിരക്കുണ്ടാവും. 2 മിനിറ്റ്. ഓക്കെ സാർ. ഓക്കെ ഒരു സന്തോഷ് സാറേ, മിനിറ്റ്, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ആയിക്കോട്ടെ. എന്തോ സാറിന് എന്തോ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സാർ ഇപ്പൊ വരും. എന്തായാലും സാറേ, തുഷാർ സാറേ, ഇതെല്ലാവരും നമ്മൾ പറഞ്ഞെല്ലാവരും ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാതെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതാണ് എക്സാക്ട്ലി സർ. കാരണം യോഗ ഓൺലൈനിൽ നടത്താൻ അത്ര ഈസി അല്ല. പക്ഷെ എന്നാലും കുട്ടികളുടെ പ്രൊഫഷനാണ് ഇവിടെ, സഹകരണമാണ് ഇപ്പൊ ഇത്രയും നന്നാക്കിയത്. സാറും നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ എല്ലാവരും അതിനുവേണ്ടി ആ എൻകറേജ്മെന്റ് വിളിച്ചാലും എല്ലാവരും വരുന്നില്ല. അതാണ് ഏറ്റവും കാര്യം. അതെ. ഓക്കെ സാർ. ഓക്കെ സന്തോഷ് സാർ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. തുഷാർ സാറിന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്താണ് കഴിഞ്ഞു വന്നത്തെ കാര്യങ്ങളൊക്കെ? കഴിഞ്ഞു സർ. എനിക്കിപ്പോ അടുത്ത സെഷൻ മജ്ലിസ് കോളേജിന്റെ അവിടെ 8:30 തുടങ്ങിയാണ്. അപ്പൊ അതിനു വേണ്ടി കയറാൻ പോകണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ. യോഗ ട്രെയിനർമാരെല്ലാവരും ഇന്ന് പൈസ ഉണ്ടാക്കുന്ന ദിവസം കൂടിയാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങളില് ഒരിക്കലും പൈസ ഉണ്ടാക്കുന്നില്ല നമ്മൾക്ക്. കാരണം പൈസ ഇപ്പൊ കോവിഡ് പഠിപ്പിക്കുന്ന എന്താ, പൈസ ഉണ്ടായാലും ഒന്നുമില്ല. പൈസ പൈസ കൊടുക്കുക. ഈ കോവിഡ് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും നോളജ്, അത് നമുക്ക് പ്രധാനം ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും സാറേ. പക്ഷെ പല ആളുകൾക്ക് അങ്ങനത്തെ ഒരു തിരക്കുള്ള ദിവസം കൂടിയാണ്, എന്നിട്ട് പോലും വന്നു എന്നാണ് ഞാൻ പറയുന്നത്. സാറ് വിലപ്പെട്ട സമയം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. താങ്ക് യു സാർ. സാറേ, നമ്മുടെ കോളേജ് ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. നമ്മുടെ കോളേജ് നല്ല ആദ്യം ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു സാർ. സന്തോഷ് സാർ, ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോ എങ്ങനെയാണോ സർ നമ്മള് സാറേ എങ്ങനെയാ നമ്മൾ തുടങ്ങി? എന്താണ് തുടങ്ങാം സാറേ. ഞാൻ കുട്ടികളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷ് സാറിന്റെ ഒരു സ്പീച്ച് ഉണ്ട്, കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സ്പീച്ച്, ക്ലോസ് ചെയ്യുന്ന ഒരു സ്പീച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കേൾക്കാൻ വേണ്ടി തയ്യാറാണ്. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട അബൂബക്കർ സാറ്, നമ്മുടെ കോളേജിലെ NCC കാഡറ്റ്സ്, തുഷാർ സാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായിട്ട് യോഗാ ദിനം വളരെ സമുചിതമായിട്ട് തന്നെ NSS കോളേജിലെ NCC കാഡറ്റ്സ് ആചരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തത്. ഈ കാലത്ത്, ഈ ആധുനിക കാലത്ത് യോഗയ്ക്കുള്ള പ്രാധാന്യം ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പോലും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു യോഗാ ദിനം ലോകം ആചരിക്കുന്നത്. നമുക്ക് അറിയാലോ, ഇപ്പോൾ ഈ ഒരു പാൻഡമിക് പീരീഡിൽ പരസ്പരം കാണാതെ വളരെ അധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വൈഷമ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്രാവശ്യത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ യോഗ ഡേ കടന്നത്. പലപ്പോഴും അസുഖങ്ങൾ പലതരത്തിൽ, പ്രത്യേകിച്ച് ഈ കാലത്ത് ജീവിത ശൈലി രോഗങ്ങൾ, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ വിളിക്കുന്ന രോഗങ്ങൾ കൂടി വരികയും ആളുകൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്.
അത്തരം ഒരു കാലത്താണ് യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ശരീരത്തിന് ഇപ്പോൾ പ്രാണായാമമൊക്കെ പോലെയുള്ള നിങ്ങൾ യോഗയുടെ ഏതൊക്കെ ഇതിലൂടെ കടന്നുപോയി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ധ്യാന മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നമ്മുടെ സ്വാസ്ഥ്യത്തെ, എല്ലാ അസ്വസ്ഥതകളെയും ഇല്ലാതാക്കുന്ന സ്വാസ്ഥ്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ അർത്ഥവത്തായ ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ യോഗയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇന്ന് കൂടുതലായിട്ട് യോഗയെ ആശ്രയിക്കാനുള്ള കാരണം. ഒരുപക്ഷെ ലോകത്തിന് ഭാരതീയ സംസ്കാരത്തിൻ്റെ സംഭാവനകളിലെ ഏറ്റവും മികച്ച ഒന്ന് യോഗയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ലോകത്തിനോട് ബന്ധപ്പെടാൻ, ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാൻ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ്, മൂക്ക്, ത്വക്ക്, അങ്ങനെ നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നു വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് യഥാവിധി തുറക്കാൻ കഴിയും, ശരിയായ രീതിയിൽ പ്രചോദിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനം. നമ്മൾ കാണുന്നു, എന്നാൽ എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ കാണുന്നു. കേൾക്കുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു. കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുന്നു. അപ്പൊ ഇവിടെ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുചിത്വം, അങ്ങനെ ഒരു സംഗതി. ശരീരത്തിന്റെ ശുചിത്വം മാത്രമല്ല, മനസ്സിന്റെ ഒരു ശുചിത്വം കൂടിയുണ്ട്. മനസ്സിന്റെ ശുചിത്വം എന്ന് പറയുന്നത് നല്ല മനസ്സിന്റെ ഉടമകളായിട്ട്, പവിത്രമായ മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാൻ കഴിയുന്നു. അപ്പം നമുക്കറിയാലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിൽ, പെരിന്തൽമണ്ണയിൽ നടന്ന സംഭവത്തിൽ എത്ര കലുഷിതമായിട്ടാണ് ആളുകൾ ഇടപെടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ അനന്തമായ സാധ്യതകളെ പുറത്തു കൊണ്ടുവരുവാൻ ഉള്ള ഒരു ജീവിത രീതി എന്നുള്ള രീതിയിൽ യോഗ വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിന് ജാതി, മതം, വർണ്ണം, ലിംഗം അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന, പൊതുവില് ആളുകളിപ്പോ മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ഇതാവുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യോഗ തരുന്നുണ്ട്. ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആരോഗ്യത്തിന് 2 ഘടകങ്ങളാണ് പ്രധാനം. അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യമാണ്. ചിലര് വളരെ ജൈജാന്റിക് എന്നല്ല, വളരെ സമ്പൂർണമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ. പക്ഷെ മനസ്സ് വളരെ ചഞ്ചലമായ മനസ്സിന്റെ ഉടമകളായിരിക്കും. എപ്പോഴാണ് മനസ്സ് തകർന്നു പോകുന്നറിയില്ല. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ശരീരം എവിടെ നിൽക്കുമ്പോഴും മനസ്സ് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാധനം. നമ്മുടെ ഭൗതിക ശരീരത്തെ ഇവിടെ നിർത്തിയിട്ട് മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചുറ്റി സഞ്ചരിച്ച് വരാൻ കഴിയും എന്ന്. അപ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് നല്ല ആരോഗ്യമുള്ള കേരളം ആരോഗ്യരംഗത്ത് ഒരുപാട് മികച്ച നേട്ടങ്ങൾ നേടിയ സംസ്ഥാനമാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ജീവിത നിലവാരം കൊണ്ടും ലോകത്തിന് ഏറ്റവും കൂടുതൽ, ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിപ്പോയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറിയത് നമ്മുടെ അറിവിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ഒക്കെ സാമൂഹിക നവോത്ഥാന നായകന്മാർ ഇടപെട്ടതുകൊണ്ടാണ്. അവർ നമ്മളോട് വിദ്യ നേടുക, അറിവ് നേടുക, പഠിച്ചു വളരുക, അല്ലെ, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ വിജ്ഞരായി അറിവുള്ളവരായിട്ട് മുന്നോട്ട് വരുമ്പോൾ
നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണർവാണ് ഉണ്ടാകുന്നത്. പക്ഷെ കേരളം ലോകത്തിന് അങ്ങനെ മാതൃകയാകുമ്പോൾ സാമൂഹിക നിലവാരത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ നിലവാരമുള്ള ഒരു നാടായിട്ട് മാറുമ്പോൾ പക്ഷെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, കൊലപാതക പരമ്പരകൾ, വളരെ വൈകൃതമായിട്ടുള്ള ഇടപെടലുകൾ, പീഡനത്തിന്റെ കഥകൾ, എന്തെല്ലാം തരത്തിലുള്ളതാണ് വരുന്നത്. ഇത്തരം കേസുകളുടെ ഒക്കെ പിന്നില് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വലിയ ഒരു വിപത്ത് പിന്നിലുണ്ട് എന്നുള്ളതാണ്. മിക്ക ഇത്തരം ദാരുണമായ സംഭവങ്ങളുടെ പിന്നിൽ അത്തരം സംഗതികളുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം നേടി അറിവുള്ള ആളായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് പഴഞ്ചനായിട്ട് അല്ലെങ്കിൽ പിറകോട്ടേക്ക് പോകുന്ന, കാടത്തത്തിലേക്ക് പോകുന്ന, മൃഗീയതയിലേക്ക് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചുള്ള അവസ്ഥയാണ്. ഏറ്റവും പവിത്രമായ ഒരു ജീവിതമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. മനുഷ്യന് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഒരു പശുവും ഒരു പട്ടിയും ഒരു പൂച്ചയും കാക്കയും ഒന്നും സ്കൂളിൽ പോയിട്ടില്ലല്ലോ, കോളേജിൽ പോയിട്ടില്ലല്ലോ, അവരൊന്നും ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഈ വായന എന്ന് പറയുന്നത്, ഈ യോഗ ചെയ്യുന്നത് നമ്മളാണ്, ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് നമ്മളാണ്. പക്ഷെ ആ നമ്മള് മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നിലവാരത്തിൽ എവിടെയൊക്കെയോ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്, ചോർച്ച സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരുപക്ഷെ ആ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മത്സരം, പ്രധാനമായിട്ട് അങ്ങനെ ചില കാര്യങ്ങളാണ്. സമ്മർദ്ദങ്ങൾ, അതൊക്കെ മത്സരവും സമ്മർദ്ദവും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്താണ് നമുക്ക് ഈ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ അതുണ്ട്, യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്നൊക്കെ വ്യാപകമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തില് ഉള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ യോഗയുടെ ആസനങ്ങൾ, യമം, നിയമം, പ്രത്യാഹാരം, അല്ലെ ഭക്ഷണ രീതികൾ, ധ്യാനം, അതുപോലെ തന്നെ സമാധി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഒരുപാട് ഗുണം ചെയ്യും എന്നും അങ്ങനത്തെ ഒരു ഫിലോസഫിയാണ് യോഗ എന്നുള്ളതും വളരെ നമ്മളുടെ മാനസിക സംഘർഷങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ, അത് മനസ്സിന് ഏകാഗ്രത നഷ്ടപ്പെടുമ്പോൾ, അല്ലെ, ആ ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സ് അനിയന്ത്രിതമായി വനമോടാത്ത കുമാർഗമില്ലടോ എന്ന് കവി പറയുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ചില സമയത്തൊക്കെ നമ്മുടെ കൺട്രോൾ തെറ്റിയിട്ട് നമ്മൾ ചീത്ത വഴികളിലൂടെയൊക്കെ, ശരീരം പോയില്ലെങ്കിൽ പോലും മനസ്സ് സഞ്ചരിച്ചു പോവില്ലേ എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആ ഏകാഗ്രതയെ വീണ്ടെടുക്കാൻ യോഗ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് മനസ്സിന് വിശ്രമം നൽകാൻ അല്ലെങ്കിൽ മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കാൻ, അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനൊക്കെ നമുക്ക് യോഗ പരിശീലിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അതെല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് യോഗയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത്, അല്ലെ. നമുക്ക് ജാതിയുടെയോ മതത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ നന്മകളിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യ സ്നേഹം എന്നുള്ള ഒരു ആശയം അതിനകത്തുണ്ട്. അത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യോഗ എന്നുള്ളത് കൊണ്ട് വിവിധ രാജ്യങ്ങളിലെ ജനവിഭാഗങ്ങൾ ഇത്തരത്തിൽ ഇതുപയോഗിക്കുന്നു. വിവിധ മതസ്ഥരും ജാതിയിലുള്ള ആളുകളും ഇത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ശാസ്ത്രമായിട്ട് ഇതിനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വളരുമ്പോൾ ഒരുപക്ഷെ അരാജകത്വത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നു. പുറത്തേക്ക് നോക്കിയാൽ യുദ്ധങ്ങൾ, കെടുതികൾ, അല്ലെ, ഭീകരവാദത്തിന്റെ ഒക്കെ ഒരു കാലം. അവിടെയൊക്കെയാണ് ഈ അരാജക തത്വസംഹിത ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. വളരെ അതിനൊരു പ്രായോഗികമായ ശരീര മനഃശാസ്ത്ര സമീപനം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആവശ്യമുണ്ട്, നമ്മുടെ ഇടപെടലുകളിൽ ആവശ്യമുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ യോഗയൊക്കെ പഠിച്ച് വളരുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനം പഠിച്ചു വരുമ്പോൾ, ഗാന്ധിയൊക്കെ അതിനൊരു ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് അഹിംസ എന്ന് പറയുന്ന ഒരു ദർശനത്തിനകത്ത് ജീവിക്കാൻ കഴിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കും.
അത് ഈ സംയമനം ഉള്ളത് കൊണ്ടാണ്. ഈ ധ്യാനം ഗാന്ധിയുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന സന്ദർഭങ്ങൾ പോലും കുറഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്തടിക്കുമ്പോൾ മറ്റേ ഭാഗം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന അത് അങ്ങനെ പറയാൻ കഴിയുമെങ്കിലും പക്ഷെ അതൊരു ജീവിത രീതിയുടെ ഭാഗമാക്കി മാറ്റണമെങ്കിൽ വളരെ പ്രയാസം നിറഞ്ഞ ഒരു സംഗതിയാണ്. അപ്പോൾ ഐക്യം, ചേർച്ച, അങ്ങനെയൊക്കെയുള്ള ഒരു ആശയത്തെ ഉണ്ടാക്കിയെടുത്ത് മനസ്സിനെയും ശരീരത്തെയും ഒന്നിപ്പിക്കാൻ കഴിയുമ്പോൾ ശരീരം എത്തുന്നിടത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ, മനസ്സിന്റെ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ശാസ്ത്രത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അതിനെ യുനെസ്കോ ആരോഗ്യ വിദ്യാഭ്യാസ, ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു സംഗതി എത്തിക്കാൻ വേണ്ടി ഈ ദിനം ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടിയിട്ട്, വിജിലന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നും തുറന്ന മനസ്സോടുകൂടി നിൽക്കാൻ വേണ്ടി മനുഷ്യന്റെ ജീവിതത്തിലെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് പല കാര്യത്തിലും. അപ്പോൾ ആ നിയന്ത്രണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, പ്രകൃതിയോട് ഇണങ്ങാൻ, പ്രകൃതി എന്ന് പറയുന്ന പ്രതിഭാസം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എക്കോളജിക്കൽ ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പതഞ്ജലിയുടെ യോഗാശാസ്ത്രം തന്നെ ഒരുപക്ഷെ ഈ പ്രകൃതിയുടെ ആശയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ വേണ്ടിയിട്ട്, പ്രകൃതിയെ കീഴടക്കുന്ന ഒരു വൈൽഡ് അനിമൽ എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ വികസനത്തിൻ്റെയൊക്കെ പേരിൽ നശീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക, പ്രത്യേകിച്ച് ഈ കോവിഡ് പീരീഡില്, പാൻഡമിക് പീരീഡില് നമ്മളുടെ ഒറ്റപ്പെടല്, നമ്മുടെ ഭയം, നമ്മുടെ അനിശ്ചിതത്വ ബോധം, പിന്നെ സാമ്പത്തികമായ ഞെരുക്കം, പലയിടത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യം, ഉത്കണ്ഠ, കഷ്ടപ്പാട്, ഇതൊക്കെ മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിയും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, സാമ്പത്തികമായിട്ട് രാജ്യങ്ങൾ തന്നെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ രോഗബാധയും മരണവും കുടുംബാംഗങ്ങളുടെ നഷ്ടപ്പെടലും സുഹൃത്തുക്കളുടെ നഷ്ടപ്പെടലും ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പോലും നമ്മളെ വേർപിരിഞ്ഞു പോകുന്ന ഒരു കാലത്ത് ഉത്കണ്ഠയും വിഷാദവും ഒക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആളുകൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ്. അപ്പൊ അങ്ങനെ ശരീരത്തിന് രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ഇടയിൽ ഇങ്ങനെ, മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ശരീരത്തിന് വ്യായാമം ചെയ്യുന്നത് പോലെ മാനസിക വ്യായാമവും അത്യാവശ്യമാണ്. മനസ്സുകൊണ്ടുള്ള വ്യായാമം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് യോഗയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മുടെ ലോകാരോഗ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് വ്യക്തി അവന്റെ തന്നെ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിലെ മനസ്സംഘർഷങ്ങളെ അതിജീവിക്കാൻ, അതിനെ വളരെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റാൻ, ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ, സർഗാത്മകമായ ഇടപെടലുകൾ നടത്താൻ, ജീവിതത്തിനും സമൂഹത്തിനും ഒരു ഉപകാരപ്രദമായ രീതിയിലേക്ക് സ്വന്തം ജീവിതത്തെ മാറ്റി തീർക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കാൻ, നമ്മുടെ ഒരു സെൽഫ് ഒരു സ്വയം പര്യാപ്തത എന്ന് പറയുന്ന വാക്ക്, അങ്ങനെ സമ്മർദ്ദത്തെ, വിഷാദത്തെ, ഉത്കണ്ഠകളെയൊക്കെ ഇല്ലാതാക്കി ജീവിക്കാനുള്ള ഒരു കഴിവ് പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒഴിവു സമയത്തെ, യാന്ത്രികമായ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷപ്രദമാക്കി മാറ്റുവാൻ, നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് അതെല്ലാം മാറ്റിയിട്ട് നല്ല മാനസിക നിലവാരത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ യോഗ പരിശ്രമങ്ങൾക്ക് കഴിയും. അത് നമ്മളെ വളർത്തി ഉയർത്തി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത നടത്തിയ നമ്മുടെ NSS കാഡറ്റിന്, പ്രത്യേകിച്ച് നമ്മുടെ ലഫ്റ്റനന്റ് അബൂബക്കർ സാറിന്, ക്യാപ്റ്റൻ അബൂബക്കർ സാറിന് അഭിവാദ്യങ്ങൾ. NSS കോളേജിൻ്റെ
IQAC-യുടെ ഭാഗത്ത് നിന്ന് എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. മാതൃകാപൂർണമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അത് പഠനകാലത്ത് മാത്രമല്ല, ജീവിതകാലത്ത് മുഴുവൻ എപ്പോഴും വളരെ ദേശാഭിമാനത്തോടുകൂടി, സമൂഹ താല്പര്യത്തോടു കൂടി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ സന്ദേശം, ഇതൊരു സന്ദേശമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിട്ടതാണ്. ഈ സന്ദേശത്തിൽ എന്തെങ്കിലും നന്മയുടെ വശമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അത് പ്രചരിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗാ ദിനം ആഘോഷങ്ങൾ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാക്കുകളാണ് സർ കുട്ടികൾക്ക് കേൾക്കേണ്ടത്. മറ്റത് ബുക്കുകളിലുള്ള പഠനം മാത്രം ആയതുകൊണ്ടാണ് ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബുക്കുകളിലുള്ള പഠനം മാത്രമാണ് ഭൂരിഭാഗം കുട്ടികൾക്കും ഇപ്പൊ ഉള്ളത്. നമ്മുടെ കോളേജിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവർ വളരെ കുറവാണ്. എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളും വാക്കുകളുമാണ് സന്തോഷ് സാറിന്റെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ബുക്കുകളിലുള്ള 3 വർഷം ബുക്കുകളിൽ നിന്ന് പഠിക്കുന്ന ആ അറിവുകളേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവും ഇത്തരത്തിലുള്ള വാക്കുകൾ. ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതും കുട്ടികൾ സ്വീകരിക്കേണ്ടതും. താങ്ക് യു സാർ, താങ്ക് യു. ശ്രീജിത്തെ എന്നിട്ട് വാക്കുകൾ പറയും. Respected teachers, Anno sir, my dear cadets, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരാഴ്ച നീണ്ടു നിന്ന ഈ ഓൺലൈൻ യോഗ ട്രെയിനിങ് വളരെ ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചു. അപ്പൊ ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ പറ്റിയതിൽ ഉള്ള ഒരു സന്തോഷം ആദ്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ്. അപ്പോ ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ പറ്റിയതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം തുഷാർ സാറിന് തന്നെയാണ്. അപ്പോ സാറിന്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഇത് ഇത്രയും വിപുലമായിട്ട് നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. ആദ്യം നമ്മൾ ഇങ്ങനെയല്ല നടത്താൻ തീരുമാനിച്ചിരുന്നത്, പക്ഷെ സാറിന്റെ വില്ലിങ്നെസ് അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഒരാഴ്ച കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാം യോഗയിലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിപുലമായിട്ട് നടത്തിയത്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ സാറ് ഈ ഒരാഴ്ച യോഗ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിനുള്ള നന്ദി സാർക്ക് ആദ്യം അറിയിച്ചു കൊള്ളുകയാണ് ഈ ഒരു അവസരത്തിൽ. പലപ്പോഴും ഇന്നിപ്പോ സാറ് പോയ പോലെ അവസാനം നിമിഷത്തിലാണ് സാർക്ക് ഇപ്പോ 8 മണിക്കും ഒക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട് ചില ദിവസങ്ങളൊക്കെ. അപ്പൊ സാറ് മാക്സിമം ആ ഒരു 8 മണിന്റെ അടുപ്പിച്ചേ പോവാറുള്ളൂ. അത്രയും സമയം ഞങ്ങളോടൊപ്പം ഇരുന്നിട്ട് മാത്രമേ അവസാന നിമിഷത്തിൽ വേഗം പോവാണ്, അങ്ങനത്തെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും സാറ് ഈ ഒരു പ്രോഗ്രാമിനോട് കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോ മൊത്തം NCC യൂണിറ്റ് NSS കോളേജ് മഞ്ചേരിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തുഷാർ സാറിന് അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാറ് ഒരു ദിവസം നമ്മോടൊപ്പം ജോയിൻ ചെയ്യേണ്ടായി. സാറ് ഔപചാരികമായിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാറ് ഇന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അന്ന് പറഞ്ഞതാണ് സാറ് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്ത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു, നമുക്ക് വേണ്ട ആശംസകൾ അറിയിച്ചു. അപ്പൊ സാറിനും ഈ ഒരു അവസരത്തില് നമ്മുടെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ സന്തോഷ് സാറ് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിലും NCCയുടെ പ്രോഗ്രാമിലും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു പ്രോഗ്രാമിലും സാറിന്റെ സാന്നിധ്യം ഉണ്ടായി. ഇത്രയും നേരം അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് പറഞ്ഞു തന്നു. ഈ യോഗയുടെ നമ്മുടെ പ്രസന്റ്
സിനേറിയോയില് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് സാറ് പറയുണ്ടായി. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ സന്തോഷ് സാർക്കും NCC NSS കോളേജ് മഞ്ചേരിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇതിന്റെ മുന്നേ നമ്മോടൊപ്പം ജോയിൻ ചെയ്യണ്ടായി. സന്തോഷ് സാറ് കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തപ്പോൾ അജിത മിസ് ജോയിൻ ചെയ്യണ്ടായി. മിസ്സും ആശംസകൾ അറിയിച്ചു. ഇന്നും ചില ടീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നീത ടീച്ചർ, ബിജുദാസ് സാറ്, മഞ്ജുഷ ടീച്ചർ എല്ലാം ജോയിൻ ചെയ്തു, പരിപാടിയായിട്ട് സഹകരിച്ചു. അപ്പോ അവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഒറ്റ വാക്കില് അറിയിച്ചു കൊള്ളുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഇത്രയും നന്നാക്കിയത് കാഡറ്റ്സ് നിങ്ങളുടെ ഒരു സഹകരണം കൂടിയാണ്. അപ്പോ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള നന്ദി നിങ്ങളോടും ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോ നേരം കുറച്ച് വൈകിട്ടുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.